അച്ഛനെന്ന നിലയ്ക്ക് എൻ്റെ കുട്ടികൾ രണ്ടുപേരും ഡോക്ടേഴ്സാണ്. അവർ ഡോക്ടേഴ്സ് ആകാനുള്ള പ്രധാനപ്പെട്ട കാരണം എൻ്റെ വൈഫ് തന്നെയാണ്. എൻ്റെ വൈഫിൻ്റെ കമ്മിറ്റ്മെൻ്റ് ആണ്. ഞാനൊക്കെ ഈ സിനിമയിൽ ഓടി നടക്കുന്ന ആ സമയത്ത് പോലും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മാക്സിമം ശ്രദ്ധ എടുത്തിട്ടുള്ളത് എൻ്റെ വൈഫ് തന്നെയാണ്. അപ്പോൾ വൈഫ് എൻ്റെ കാര്യങ്ങളെല്ലാം, വീട്ടുകാര്യങ്ങളെല്ലാം ഒരു ഗൃഹനാഥൻ്റെ ഡ്യൂട്ടി കൂടി ഏറ്റെടുത്തിരുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു വലിയ ലോസ് എന്ന് എനിക്ക് തോന്നാൻ കാരണം വീട്ടിൽ ഗൃഹനാഥയായിരുന്നു യഥാർത്ഥത്തിൽ ഗൃഹനാഥൻ. എല്ലാ കാര്യങ്ങളും എൻ്റെ ആബ്സെൻസിൽ കുട്ടികളുടെ കാര്യം എല്ലാം നോക്കിയിട്ടുള്ള, അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ബാക്കിയുള്ള എൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, എൻ്റെ ഇപ്പം ബാങ്കിൻ്റെ കാര്യങ്ങൾ പോലും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒഫീഷ്യലായിട്ടുള്ളൊരു വലിയ പോസ്റ്റിൽ കഴിയുന്ന ഒരാളാണ്. അപ്പോൾ ഫ്രീ ടൈം കിട്ടുക എന്നുള്ളത് പ്രാക്ടിക്കലി അത് വളരെ ബുദ്ധിമുട്ടാണ്. ആ സമയക്കുറവിനിടയിലും എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് തീർച്ചയായിട്ടും അത് വലിയ ലോസായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ കുട്ടികൾ രണ്ടുപേരും ഡോക്ടേഴ്സ് ആയതിൽ ഞാൻ ഹാപ്പിയാണ്, ഞാൻ പ്രൗഡാണ്. അവർ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ്. അപ്പോൾ നല്ല ശമ്പളമുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലെ ജോലി വേണ്ട എന്ന് കരുതിയിട്ട് രണ്ടുപേരും സർക്കാർ ആശുപത്രികളിലാണ് ജോലി ചെയ്യുന്നത്. അതൊക്കെ എനിക്ക് ഒരു അച്ഛൻ എന്ന നിലയിൽ ഇഷ്ടപ്പെട്ട കാര്യമാണ്. സൊസൈറ്റിയോട് അതിന് ഞാൻ തീർച്ചയായിട്ടും അവരുടെ കൂടെയാണ്. അവർ ചെയ്തത് നല്ല കാര്യമാണ്, നല്ല ഡിസിഷനാണ്. ഉദാഹരണത്തിന് എൻ്റെ മൂത്ത മകള് ചെന്നൈ കിൽപോക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഫാർമക്കോളജി അസിസ്റ്റന്റ് പ്രൊഫസറാണ്. രണ്ടാമത്തെ മകള് ട്രിവാൻഡ്രത്ത് മെന്റൽ ഹോസ്പിറ്റലില് സൈക്യാട്രിസ്റ്റ് ആണ്. അപ്പൊ സൈക്യാട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ, പേഷ്യൻസുമായിട്ട് ഡീൽ ചെയ്യാന്നൊക്കെ പറയുന്നത് സാധാരണഗതിയിൽ അത് അല്പ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്ത് ഒരു നല്ല സൈക്യാട്രിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് ഞാൻ കരുതുന്നു. ഒരുപാട് റെസ്പെക്ട് തോന്നുന്നു രണ്ട് മക്കളെ ഈ രീതിയിൽ വളർത്തിയെടുത്തതിന്. ഞാൻ പറഞ്ഞല്ലോ, അതിന് എനിക്കല്ല ക്രെഡിറ്റ്, എന്റെ വൈഫിനാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും ഞാൻ അതിന്റെ കൂടെ നിന്നു എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മകൾ എന്നുള്ളൊരു രീതിയിൽ എപ്പോഴാണ് when did you grow up? അങ്ങനെ എനിക്കിപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനായിട്ട് തോന്നാറൊന്നുമില്ല. ഞാൻ പലപ്പോഴും ഞങ്ങൾ തമ്മിലുണ്ടാവുന്ന വഴക്കുകളും ഇതൊക്കെ നോക്കിയാൽ അത് കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്, ഇത് എന്താ സംഭവിക്കുന്നതൊക്കെ ഞാനും ആലോചിച്ചിട്ടുണ്ട്. ഐ പേഴ്സണലി ഫെൽറ്റ് എവറി ടൈം എ പേഴ്സൺ, ഇപ്പം എന്താ പറയുക, ഒരാൾ പറയാണ്, ഒരാൾ എന്നെ മീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമാണെങ്കിലും അവർക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക, അവരിപ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണ് യു ബിഹേവിങ് വെൽ അല്ലെങ്കിൽ യു ബീൻ ബ്രോട്ട് അപ്പ് വെൽ എന്ന് പറയുമ്പോൾ ഐ ഫീൽ ലൈക്ക് ഐ എം ഗിവിങ് മൈ പേരൻസ് ദ ക്രെഡിറ്റ് എവറി സിംഗിൾ ടൈം ഐ ഹിയർ ദാറ്റ്. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ആസ് എ ഡോട്ടർ എനിക്ക് പേരൻസിൻ്റെ അടുത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ബാക്കിയുള്ളവരുടെ അടുത്ത് നന്നായി പെരുമാറുക, അല്ലെങ്കിൽ ഒരാളെയും ഡിസ്റെസ്പെക്ട് ചെയ്യാതിരിക്കുക. എൻ്റെ വീട്ടിൽ പറയാറുള്ള കാര്യമാണ്, ഇനി എത്ര എന്നെ മുകളിലേക്ക് ഉയരങ്ങളിലേക്ക് എത്തിയാലും യു ഷുഡ് നെവർ ഫൊർഗെറ്റ് നമ്മൾ എവിടുന്നാ വന്നിട്ടില്ല എന്നുള്ളതും